എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റില്ലി. ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസിൻ ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പെർട്ടൈസിൽ PEBC, ഇന്ത്യൻ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്ത്യൻ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, ക്യാപ്സ്, PTE, റീസെന്റ് ഓപ്ര ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ജൂലൈ ക്യാപ്സ് ബാച്ചിൽ ക്യാപ്സ് ക്വാളിഫൈ ആയിട്ടുള്ള ബിജി ജോസഫ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. കൺഗ്രാറ്റുലേഷൻസ് വിജി. എന്ത് തോന്നുന്നു? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. സത്യയുടെ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചതല്ല. ഞാൻ പഠിച്ചിറങ്ങിയത് ഇപ്പൊ 9 വർഷമായി. അപ്പം ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്നെയും പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാം മാമിന്റെ സാറിന്റെയും പറഞ്ഞു. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് ക്യാപ്സ് എഴുതാന്നുണ്ടെങ്കിൽ എലൈറ്റ് മാത്രം ചൂസ് ചെയ്താൽ മതി, അല്ലാതെ വേറൊന്നിലോട്ടും പോകണ്ട, നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. വിജി എവിടെയാ സന്തോഷമുണ്ട്. വിജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയാമോ? എവിടെയാ പഠിച്ചത്? എപ്പോഴാ ഗ്രാജുവേഷൻ നടന്നതൊക്കെ? ഞാൻ പറഞ്ഞു 2015 ഞാൻ പാസ് ഔട്ട് ഇറങ്ങിയ B.Pharm ആയിരുന്നു. സെന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസി ചേർത്തലയായിരുന്നു പഠിച്ചിറങ്ങിയ. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു, കുഞ്ഞു എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തോട്ട് വന്ന ക്യാപ്സ് എഴുതിയാലോ. അതിന് മുന്നേ നമ്മൾ കുറെ ട്രൈ ചെയ്തിരുന്നു. വേറെ ഖത്തറിന്റെ ഭാഗത്തൊക്കെ എക്സാം പ്രോമെട്രിക് ഒക്കെ എഴുതി, അതുമെല്ലാം ഓക്കെ. അപ്പോഴേക്കാണ് മാരേജ് ഒക്കെ വന്നത്. പിന്നെ അത് പോകാൻ പറ്റാതായി. പിന്നെ നമ്മുടെ UK എക്സാം ഓസ്പാപ്പ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആലോചിച്ചപ്പം വേണ്ടെന്ന് വിചാരിച്ചു. സ്റ്റുഡന്റ് വിസ ആലോചിച്ചു. എല്ലാം ഇങ്ങനെ എല്ലാ പാർട്ടി കൂടെ ഇങ്ങനെ പോയിട്ടാണ് ഞാൻ ലാസ്റ്റ് നമ്മുടെ നവംബർ ബാച്ചിൽ തന്നെ പഠിച്ച് പാസ്സായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. എലൈറ്റ് തന്നെ പാസ്സായിട്ട് ചേച്ചി ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വിളിച്ചതാ. ചേച്ചി പറഞ്ഞിട്ട് നീ എലൈറ്റ് ജോയിൻ ചെയ്യ്, നീ ഒന്നും കൊണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട, എലൈറ്റ് മാത്രം ചെയ്താൽ മതി, നിനക്ക് സക്സസ് ഉറപ്പായിരിക്കും, നീ അവിടെ ജോയിൻ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം ഐറിസ് ആയിരുന്നു നിന്നുണ്ടായിരുന്നു. അപ്പൊ ഐറിസിനെ കോണ്ടാക്ട് ചെയ്തു, എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാ ക്യാപ്സ് ചൂസ് ചെയ്തേ? പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഒരു നമുക്ക് നമ്മുടെ ഡെസിഗ്നേഷൻ കിട്ടുന്നതെന്ന് അറിയാമല്ലോ എങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ പുറത്തോട്ട് പോയാലേ നമുക്കൊരു വാല്യൂ ഉള്ളു സത്യം പറഞ്ഞ. ഇപ്പം സാലറി ആണെങ്കിലും എല്ലാം വയസ്സും കുറച്ചുകൂടെ ഓസ്ട്രേലിയ നല്ലൊരു കൺട്രി ആണല്ലോ. അപ്പം നമ്മൾ അതിങ്ങനെ ഒരു ചോയ്സിലാണ് അത് പോയത്. എത്ര മന്ത് പ്രിപ്പയർ ചെയ്തു ക്യാപ്സിന്? സത്യം പറഞ്ഞാൽ ഞാൻ മെയ് അവസാനമാണ് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഞാൻ നവംബറിൽ ജോയിൻ ചെയ്തെങ്കിലും വീട്ടിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ മാമോദിസ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മാരേജ് ഫംഗ്ഷൻ ആയിട്ട് ഒത്തിരി പരിപാടി, പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒന്നും നടന്നില്ല. ശരിക്കും ഞാൻ പഠിക്കാനിരുന്നത് മെയ് അവസാനം. ജൂലൈയിൽ എക്സാം ആണ്, മെയ് അവസാനമാണ് ഞാൻ പഠിക്കേണ്ടിരുന്നത്. അതും ആ ലെക്ചേഴ്സ് മാത്രം കേൾക്കുക എന്നല്ലാതെ എനിക്ക് നോട്ട് ഉണ്ടാക്കുന്ന പരിപാടിയോ ഒന്നും എനിക്കിഷ്ടമില്ല. ഞാൻ അങ്ങനെ പഠിക്കത്തില്ല. വായിക്കുക പരിപാടി അങ്ങനെ എനിക്കിഷ്ടമില്ല. എനിക്ക് കേട്ടോണ്ടിരുന്നാൽ ഓക്കെയാണ്. പക്ഷെ ആ റെക്കോർഡ് ക്ലാസിന്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ടായെന്ന് ഞാൻ പറയാം. അത് എത്ര പ്രാവശ്യം കേട്ടാലോ നമ്മുടെ ഫീഡിലുണ്ടാവും, നമുക്ക് ബ്രെയിനിൽ ഫീഡ് ആവുന്നുള്ളത് ഉറപ്പ് കാര്യം സത്യമായിട്ടും. ഇപ്പം നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് മാത്രം ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പൊ അത് ഞാൻ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ക്ലാസിഫിക്കേഷൻസ് മാത്രം നോക്കും. അല്ലാതെ ഞാൻ ഒന്നിനും നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഈ റെക്കോർഡ് ക്ലാസ് തന്നെയും പിന്നെയും കേൾക്കുക എന്നല്ലാതെ. അത് കാരണമാണ്, മാമിന്റെ സാറിന്റെ ക്ലാസ് കാരണമാണ് ശരിക്കും സക്സസ് ഉണ്ടായത്. നമുക്ക് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ടാക്കിൾ ചെയ്യാൻ എങ്ങനെയാണ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തേ? അതും ഞാൻ പറഞ്ഞില്ല, മാം കുറെ എക്സാമ്പിൾസ്, മാം ആണെങ്കിലും സാറാണെങ്കിലും കുറെ എക്സാമ്പിൾസ് പറയും. അവരുടെ ഡെയിലി ലൈഫിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളോട് പറയില്ല. ഇന്നൊരു പേഷ്യന്റ് വന്നു, അവർക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ ഇതാണ് ചെയ്തത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലും വരും. എത്ര ഇതാണേലും നമ്മുടെ മനസ്സിലും ഉണ്ടാവും. എക്സാമിന്റെ സമയത്താണേലും ഇവര് പറയും, ഇപ്പം ഞാൻ സിമ്പത്തറ്റിക് പറഞ്ഞു, നമ്മൾ കോളേജിൽ എന്തൊക്കെ തലകുത്തി മുറിഞ്ഞ് പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു ബോധവും ഇല്ലായിരുന്നു സത്യമായിട്ടും. പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് ഒരു ബോധവും ഇല്ല അതൊക്കെ എഴുതുന്നത്. പക്ഷെ ജീവിതകാലത്ത് ഞാൻ ഇനി മറക്കത്തില്ല. അത് സിമ്പത്തിരിക്കുക അതുപോലെ ഫീഡ് ചെയ്ത് തന്നിട്ടുണ്ട് മാം. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാപ്സ് ആസ്പിറന്റ്സിന് റെക്കമെൻഡ് ചെയ്യും? 100 ഒന്നല്ലേ, 200% ഞാൻ
100 അത് 100 ഒന്നും പറയാൻ പറ്റില്ല, അതിലും കൂടുതല്. അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം അവരുടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം അതുപോലെ സൂപ്പറായിട്ട് അവര് പഠിപ്പിക്കുന്നത്. ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അവരോട്. പിന്നെ എന്റെ കുഞ്ഞിനോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിനോടും അവനോടും എന്റെ വീട്ടുകാരാണേലും അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല 2.5 വയസ്സേ ഉള്ളെന്നുണ്ടെങ്കിലും അവന് നമ്മളെപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് അവൻ പക്ഷെ അമ്മ പഠിക്കുക, അമ്മയ്ക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. ഒത്തിരി അവനും ഒത്തിരി ഒരു എന്റെ സക്സസിൽ പറഞ്ഞ വലിയൊരു ബിഗ് പാർട്ടായിരുന്നു അവനും. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 2.5 വയസ്സ്. നമ്മൾ തുടങ്ങുന്ന 2 വയസ്സ് ആവുന്നേ ഉള്ളായിരുന്നു. അപ്പൊ അവന്റെ ഒരു ബിഗ് പാർട്ടുണ്ട് എന്റെ സക്സസിന്റെ പിന്നില്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ക്യാപ്സ് എഴുതാൻ പോകുന്നവരോട്? ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നോട് ബിഫാം പഠിച്ചവരൊക്കെ. അപ്പം അവരോടും എല്ലാവരും എന്നോട് ചോദിച്ചു വീഡിയോ എങ്ങനെ പഠിക്കൂടി എന്നൊക്കെ ചോദിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ് അവരുടെ ക്ലാസ് മാത്രം ഫോളോ ചെയ്താൽ മതി. നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ അവരുടെ വീഡിയോ ലെക്ചേഴ്സ് മാത്രം റിപ്പോർട്ടർ കേൾക്കുക എന്നല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രം മതി. ലാസ്റ്റ് 2 വീക്സിന്റെ ആ ഒരു ക്ലാസ് ആണെങ്കിൽ സൂപ്പർ, അത് മതി പാസ്സാവാൻ. എനിക്ക് ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മുടെ ശരിക്കും നമ്മൾ വീട്ടിൽ മോക്ക് ടെസ്റ്റ് ചെയ്തില്ല, നമ്മുടെ എലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലായിരുന്നു എന്റെ ഫസ്റ്റ് പേപ്പർ. സൂപ്പർ. അതുപോലെ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെന്ന് പറഞ്ഞാലും കറക്റ്റ് എനിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന പെട്ടെന്ന് പേപ്പർ 1 കഴിഞ്ഞു. പേപ്പർ 2 കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ എന്താ കൺസെപ്റ്റ് സെയിമാ, പക്ഷെ ഒരു പാറ്റേണിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളായിരുന്നു. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു, ഇതന്നെയാണോ? അപ്പോഴേക്കും നമ്മൾ ആലോചിക്കും മാം ഇങ്ങനെ പറഞ്ഞ കാര്യം, സാർ ഇങ്ങനെ പറഞ്ഞ കാര്യം ആലോചിക്കും, അതാണ് അങ്ങനെ എഴുതി. ഇപ്പൊ കാൽക്കുലേഷൻസിന്റെ കാര്യമാണേലും എല്ലാം എനിക്ക് ഏറ്റവും പൊട്ടിയായിട്ടുള്ള കാര്യമാണ് കാൽക്കുലേഷൻസ്. എനിക്ക് പറ്റുന്ന കാര്യമല്ലായിരുന്നു. പക്ഷെ എനിക്ക് ദൈവം സഹായിച്ച് 7-8 എങ്ങാണ്ട് കാൽക്കുലേഷൻ വന്നുള്ളൂ. പക്ഷെ അതിൽ എനിക്ക് ആകെ 1 എങ്ങാണ്ട് അറിയാൻ പറ്റാതെ വന്നുള്ളൂ. മാം 10 മിനിമം ദിവസവും ചെയ്യുന്നൊക്കെ പറയുമ്പോഴേ ഞാൻ അതിൽ കൂടുതൽ ചെയ്യുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു മാത്സ്. കാൽക്കുലേഷൻ ഞാൻ കുറെ, പക്ഷെ അതെല്ലാം ദൈവം സഹായിച്ചു, പാസ്സാവാൻ പറ്റി. അപ്പോ എല്ലാവരും അബുസർ ആണേലും റില്ലി ആണേലും എപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കോടാ എനിക്ക് പേടിയോടാ എനിക്ക് പാസ്സാൻ പറ്റുമോടാ എന്നൊക്കെ മെസ്സേജ് അയക്കും. എല്ലാരും ഹെൽപ്പ് ചെയ്യും കൂടെ. ഇപ്പം ഓൾറെഡി കൃപ എന്ന് പറഞ്ഞിട്ടുള്ള അവളും കുറെ നോട്ട്സ് ഒക്കെ എനിക്ക് അയച്ചു തരും, എടി ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അവളും മെസ്സേജ് അയച്ചു തരും. അപ്പൊ എല്ലാവരോടും താങ്ക്സ്, മാമിനും സാറിനും എല്ലാവരോടും. അപ്പൊ ബിജിയോടും താങ്ക്സ് ഇന്റർവ്യൂ തന്നതിന്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, PT ഒക്കെ എഴുതാൻ പറ്റട്ടെ, വരട്ടെ. ഓൾ ദി ബെസ്റ്റ് എന്തായാലും ഫ്യൂച്ചറിനും കാര്യങ്ങൾ. ശരി, താങ്ക് യു.